നീ ശരിക്കും കണ്ടോ? നീ എവിടെയാ അത് കണ്ടത്? നീ ആ മോതിരം തന്നെയാണോ കണ്ടത്? അതെ, ഞാൻ ആ മോതിരം തന്നെയാ കണ്ടത്. ഞാൻ ഇന്നലെ അമ്മിണിയമ്മയുടെ കൂടെ പശുവിനെ തീറ്റിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പൊ ഞാൻ ഈ തടിയുടെ പുറത്ത് കയറി ഒന്ന് വെറുതെ നോക്കിയതാ. അപ്പോൾ ഇതാ അവിടെ ഒരു മോതിരം വെട്ടിത്തിളങ്ങുന്നു. നീ അന്ന് ഫോട്ടോയിൽ കാണിച്ചില്ലേ, ആ മോതിരം തന്നെയാ അത്. എങ്കിൽ നിനക്ക് ഇന്നലെ തന്നെ ആ മോതിരം എടുത്ത് വെക്കാൻ പാടില്ലായിരുന്നു. അതിനെങ്ങനെയാ? അതിന് എന്നെ അമ്മിണിയമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അവിടെ പാമ്പുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പേടിച്ചിറങ്ങായിരുന്നതാ. പിന്നെ ഞാൻ നിന്റെ കൂടെ വന്ന് എടുക്കാമെന്ന് ഓർത്തു. വാ, നമുക്ക് പെട്ടെന്ന് എടുക്കാം, ആരെങ്കിലും വരുന്നതിന് മുമ്പ്. ഞാനിവിടെ നിൽക്കാം, നീ കയറി നോക്ക്. ആ മരത്തിന്റെ സൈഡിലായിട്ട് കിടപ്പുണ്ട്. ആ, ഞാൻ നോക്കട്ടെ. എടി മിന്നൂസേ, കിട്ടിയടി, ഞാൻ കണ്ടുപിടിച്ചു. ഞാനിപ്പോ അത് എടുത്തോണ്ട് വരാവേ. ആണോ, കിട്ടിയോ? അവിടെ തന്നെ ഉണ്ടോ അത്? ആ, ഇവിടെ തന്നെ കിടപ്പുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര ആഴവാ. ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ ആ മതിൽ ചാടി എടുത്തോണ്ട് വരാം. നീ ഇവിടെ തന്നെ നിൽക്കണേ. ആ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഈ മിന്നു, ഇതേ നമ്മുടെ മോതിരം കിട്ടി. ഓ, ഇനി നമ്മളൊരു കലക്കും. ആണോ, കിട്ടിയോ? നീ എന്ത് പ്രത്യേകത ഉണ്ടെന്നാ പറഞ്ഞത് ഈ മോതിരത്തിന്? ഒന്ന് കാണിച്ചു തന്നോ പെട്ടെന്ന്. അതെ, ഈ മോതിരം ഒരു അത്ഭുത മോതിരമാ. നമ്മുടെ എന്താഗ്രഹവും ഈ മോതിരം സാധിച്ചു തരും. പക്ഷെ ഒരു ഗേളും ബോയും കൂടി ഒരുമിച്ച് വേണം ഈ മോതിരത്തിൽ തൊടാൻ. ന്യൂസ്, നമുക്കിനി എന്താ ആഗ്രഹം പറയേണ്ടത്? നമുക്കൊന്ന് ചെറിയൊരു ആഗ്രഹം പറഞ്ഞു നോക്കിയാലോ? ശരിയാ, എന്താ ആഗ്രഹം പറയും? എന്നാ നമുക്ക് നിനക്കൊരു ഡ്രസ്സ് പുതിയത് വരാൻ പറഞ്ഞു നോക്കിയാലോ? ഇത് ഒറിജിനൽ മോതിരമാണോന്ന് അറിയണ്ടേ? അതൊന്നും വേണ്ട, നീ പറഞ്ഞതുപോലെ തന്നെ കുറെ ചോക്ലേറ്റും മുട്ടായും അങ്ങനത്തെ ഒക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ആ, ശരിയാ, അത് തന്നെ പറയാം. നീ പെട്ടെന്ന് പറ. ഓ, വീണ്ടും മോതിരമേ, ഞങ്ങൾക്ക് കുറെ ചോക്ലേറ്റും മുട്ടായും കുറെ ഒരു കുന്നു കണക്കിന് വേണം. പോരട്ടെ. മിന്നിക്കുട്ടി നോക്കിയേ അങ്ങോട്ട്. അതേ മുട്ടായും ചോക്ലേറ്റും ഒക്കെ വരുന്നു. ശരിയാണല്ലോ.